ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ പാർട്സ് സെറ്റിംഗ് ആണ്. അത് ഇന്നത്തെ ഫൈനൽ വീഡിയോ ആണ്, നമ്മുടെ വ്രാംഗ്ലറിൻ്റെ ഫൈനൽ വീഡിയോ. അപ്പോൾ പാർട്സ് സെറ്റിംഗ് ആണ്. അപ്പോൾ പാർട്സ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി. ഇന്ന് പാർട്സ് ആണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ പാർട്സ് ഒക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വണ്ടി പക്കയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഡോർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോണറ്റ് ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബാക്ക് ഡിക്കിയുടെ പാർട്സ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഡാഷ് ബോർഡും പിന്നെ നമ്മളെ എഞ്ചിൻ ബേയുടെ പാർട്സ് പെയിന്റ് അത് നമ്മൾ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡാഷ് ബോർഡ് പെയിന്റ് ചെയ്ത് അതുപോലെ തന്നെ എഞ്ചിൻ ബേയും പെയിന്റ് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഓൾമോസ്റ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടയർ സെറ്റ് ചെയ്യാം. ടയർ നമുക്ക് 4 സൈഡിലെ ടയേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ടയേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ഫിറ്റ്. അപ്പോൾ വണ്ടിയുടെ ഫുൾ ഫിറ്റിംഗ്സ് നമ്മൾ കഴിഞ്ഞിട്ട് സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ബ്രാക്ക് ലൈറ്റ്, പിന്നെ അതേപോലെ ഫോഗ് ലാമ്പ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഡീറ്റെയിൽ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രാക്ക് ലൈറ്റ് ആയാലും മറ്റേ ഇൻഡിക്കേറ്റേഴ്സ് ഭാഗങ്ങളെല്ലാം നമ്മൾ, ഫോഗ് ലൈറ്റ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്ത ഒരു കാര്യമാണ് നമ്മളെ വണ്ടിയുടെ ബ്രാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ഡീറ്റെയിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ വണ്ടിയുടെ മൊത്തം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റിങ് ആയാലും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിലിംഗ് കാര്യങ്ങളായാലും എല്ലാം നമ്മൾ പക്കയാക്കി റെഡി ആക്കി എടുത്തിട്ട് പെയിൻറ്റിങ് അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് എല്ലാം ഓക്കെയാണ്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഡീറ്റെയിൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.